ചിറക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അഭിമാന ദിവസമാണ്. ഈ പഞ്ചായത്തും അതുപോലെ തന്നെ KSRTC ചാത്തന്നൂർ ഡിപ്പോയും ചേർന്ന് നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി ഇന്ന് ചിറക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും പുറപ്പെടുകയാണ്. നമസ്കാരം. നമ്മൾ ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ചിറക്കര പഞ്ചായത്തിന് ഗ്രാമവണ്ടി സർവീസ് നടത്താനായിട്ട് വന്ന ഡ്രൈവറും കണ്ടക്ടറുമാണ്. ഇന്ന് ഉദ്ഘാടന ദിവസമാണ്. മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യും. 10 മണിക്കാണ് ഉദ്ഘാടനം വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ്. ചിറക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സർവീസാണിത്. ഇതിനകത്ത് ചിറക്കര പഞ്ചായത്തിൻ്റെ ഈ ബസ്സിനകത്ത് സ്ത്രീ സൗജന്യ യാത്രയും കൂടിയാണ്. നമ്മൾ നേരത്തെ കരുനാപ്പള്ളി ബൈപ്പാസ് റൂട്ടായിരുന്നു. ഞാൻ മുണ്ടക്കൈയാണ്. 3 ഈ ഷെഡ്യൂൾ ഇപ്പം മാറിയതാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം ഗ്രാമവണ്ടി, 3 ദിവസം മുണ്ടക്കൈ സർവീസാണ്. ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഒരു ഏറ്റവും സന്തോഷകരമായ ദിനത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ട് പിന്നിടുകയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിട്ട്. 20 വർഷക്കാലങ്ങൾക്ക് മുമ്പ് 2005-ൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ തനി ഗ്രാമപ്രദേശം ചിറക്കര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുമ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്തിന് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ ഭരണസമിതികൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തുകയും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്വപ്നസുന്ദരമായ ഈ ഗ്രാമപ്രദേശത്ത് ജനങ്ങളുടെ ഓരോരോ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ സൗകര്യമായിരുന്നു. ചിറക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിറക്കര ക്ഷേത്രം, നെടുങ്കോലത്ത്, അതുപോലെ തന്നെ ഓളച്ചിറ, ഉളിയനാട്, വെളപ്പുറം, അത്തരത്തിൽ ചിറക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ, ചിറക്കര എന്ന് പറയുമ്പോൾ വയലേലകളും കുന്നും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള സുന്ദരമായ നാടാണ്. ഈ നാട്ടിൽ വിവിധ ടൂറിസം സാധ്യതകൾ നിലനിൽക്കുന്നു. ചിറക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വില്ലേജ് ടൂറിസം പദ്ധതിക്ക് ഏറെ ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമവണ്ടിയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ഗ്രാമവണ്ടി കേരളത്തിൻ്റെ വികസന നായകൻ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഏറെ പ്രിയങ്കരനായ MLA PB ഗോകുമാർ ഈ ഗ്രാമവണ്ടി ഉദ്ഘാടനത്തിന് അധ്യക്ഷത വഹിക്കും. ചിറക്കരയുടെ 17 വാർഡുകളും കോർത്തിണക്കിക്കൊണ്ട് ഒരു മുത്തുമാലയിൽ ചോർത്ത വിവിധ കളറിലുള്ള മുത്തുകളെ പോലെ എല്ലാ വാർഡിലും ഈ ഗ്രാമവണ്ടി ജനങ്ങളെ ആകെ വഹിച്ചുകൊണ്ട് പാരിക്കുള്ളി മെഡിക്കൽ കോളേജ്, നെടുങ്കോലം ആശുപത്രി, ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, ചിറക്കര ക്ഷേത്രം, അങ്ങനെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കും അടക്കം പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് ഈ ഗ്രാമവണ്ടി ജനങ്ങളുടെ ആകെ പിന്തുണ ലഭിച്ചുകൊണ്ട് ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കാകെ സമർപ്പിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സ്നേഹവും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചിറക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യം തന്നെയാണ്. അത് UDF സർക്കാരിൻ്റെ ഒരു പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെയാണല്ലോ ഇത്. അത് എത്രത്തോളം അവർക്ക് ഒരുപാട്, കാരണം ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു വണ്ടി സൗകര്യത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ ഈ പഞ്ചായത്തിലുള്ളവർ മൊത്തം. അവർക്ക് ഒരു യാത്രാ സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു തീരുമാനം തന്നെ നമ്മൾ ഭരണസമിതി എടുത്തിരിക്കുന്നത്.
ആദ്യഘട്ടത്തിൽ 5 ലക്ഷവും പിന്നെ 5 ലക്ഷം രൂപയും വകയിരുത്തിയാണ് നമ്മൾ ഗ്രാമവണ്ടി ആരംഭിക്കുന്നത്. തുടർന്ന് ഉള്ള വർഷങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പൊതുഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി തുക വകയിരുത്തേണ്ടി വന്നാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതുകൂടി വകയിരുത്തി ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ള ഏറ്റവും ഉചിതമായ തീരുമാനം. ആ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. ഒപ്പം ശ്രീ CP ജോൺ അദ്ദേഹത്തെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ മന്ത്രി എന്ന രീതിയിൽ രണ്ടാമത്തെ പരിപാടിയിൽ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ ATSന്റെ ഉദ്ഘാടനം പൂയപ്പള്ളിയിൽ നിർവഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ഇത്തരം പഞ്ചായത്തുകൾ വളരെ വളരെ കുറവാണ്. ഒറ്റയ്ക്കും തെറ്റിക്കുകയാണ് ഒരു പഞ്ചായത്തിൽ 6 വനിതകൾ വരേണ്ടടുത്ത് 7 വനിതകളൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ 17 സീറ്റിൽ 12 സീറ്റും 3-2 18 തന്നെ 12 വരുമ്പോൾ 3-2 അല്ലേ? ഇത് അതിനേക്കാളും അധികം 66%, 77%, ഏതാണ്ട് 70% ആളുകളും വനിതകളായി മാറി എന്ന് പറഞ്ഞാൽ ഞാനതിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ ബോധമാണ്. നമ്മുടെ MV ഗോവിന്ദൻ മാഷ് പഞ്ചായത്ത് മിനിസ്റ്റർ എന്ന കാലത്താണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ നയം എന്താന്ന് പറഞ്ഞാൽ KSRTC വണ്ടിയും ഡ്രൈവർ കണ്ടക്ടർ എല്ലാവരും തരും, അതിൽ ഡീസൽ നിങ്ങൾ ഒഴിക്കണം, അതാണ് അതിൻ്റെ കുട്ടൻസ്. അപ്പോൾ ഒരു മാസം 1 ലക്ഷം ഉറുപ്പിക ചിലവാകുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങൾ പഞ്ചായത്തിന് ടാക്സൊക്കെ നന്നായി കൊടുക്കണം. അവിടെ കുറച്ച് ടാക്സേ ഉള്ളൂ, 75% ലക്ഷം ടാക്സേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഒന്നും എടുത്തിട്ടല്ലേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? ഇവിടെ കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു ഉള്ള കാലത്ത് എനിക്കറിയാം. ബാക്കിയെല്ലാം കൃഷിയും മറ്റു കാര്യങ്ങളല്ലേ ഇവിടെ ഉള്ളൂ. എൻ്റെ സ്നേഹിതന്മാരെല്ലാം ഇവിടെ ഉണ്ട്. കൃഷിയല്ലേ, വേറെ വ്യവസായങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ചെറുകിട വ്യവസായങ്ങളും അതുപോലെ തന്നെ തൊഴിൽ കിട്ടുന്ന സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ പഞ്ചായത്തിന് പൈസ കിട്ടുള്ളൂ.